കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ടുള്ള ആലോചനകൾ പല മണ്ഡലങ്ങളിൽ നടന്നു വരികയാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയേറെ പരിഷ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നിട്ടുണ്ട്, ഇപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. അതിലേറ്റവും ഒടുവിലത്തേതാണ് 2020 നരേന്ദ്രമോദിയുടെ രണ്ടാം സർക്കാർ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം. അത് ഇന്ത്യയിലാകമാനമുള്ള സംസ്ഥാനങ്ങൾ നടപ്പാക്കണം എന്നാണ് അനുശാസിക്കുന്നതെങ്കിലും പല സംസ്ഥാനങ്ങളും അത് പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല. ചില സംസ്ഥാനങ്ങൾ വളരെ ഭാഗികമായി ചില അംശങ്ങൾ മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ. അതിലൊരു സംസ്ഥാനമാണ് കേരളം. വിദ്യാഭ്യാസം ഭരണഘടനയിലെ വ്യവസ്ഥയനുസരിച്ച് കൺകറൻ്റ് ലിസ്റ്റിൽ പെട്ടതായതുകൊണ്ട് സംസ്ഥാനങ്ങൾക്കും അതിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ സ്വന്തം നിലയിൽ അവർക്ക് ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ പൂർണ്ണമായി ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പോഴും 2024 നടപ്പാക്കാതിരിക്കുന്നത്. അതിലെ നടപ്പാക്കിയ ഒരു പ്രധാനപ്പെട്ട പരിഷ്കാരമാണ് ഇക്കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി ആരംഭിച്ച 4 വർഷ ബിരുദ ഓണേഴ്സ് കോഴ്സുകൾ. സർവകലാശാല വിദ്യാഭ്യാസ രംഗത്തെ ഒരു സമഗ്രമായ മാറ്റം ആണ് അത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ദശാബ്ദങ്ങളായി കേരളത്തിലെ സർവകലാശാലകൾ നിലനിന്നിരുന്നത് ഒരു ത്രിവത്സര അടിസ്ഥാന ബിരുദമായിരുന്നു. അതായത് +2 കഴിഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് അടിസ്ഥാന ബിരുദം നേടുന്ന ഒരു സാഹചര്യമായിരുന്നു പൊതുവെ ഇന്ത്യയിലാകമാനം ഉണ്ടായിരുന്നത്. എന്നാൽ ആ സ്ഥാനത്താണിപ്പോൾ 4 വർഷ BA ഓണേഴ്സ് അല്ലെ BSc ഓണേഴ്സ്, BCom ഓണേഴ്സ് എന്ന രീതിയിൽ പരിഷ്കരിച്ചുകൊണ്ട് ബിരുദ കോഴ്സുകൾ, അടിസ്ഥാന ബിരുദ കോഴ്സുകൾ കേരളത്തിലും ആരംഭിച്ചിരിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സമ്പ്രദായം നമ്മുടെ സംസ്ഥാനത്ത് വർഷങ്ങളായി, ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന 10+2 എന്ന് പറയുന്ന സംവിധാനം ആകെ മാറ്റി 5+4+4+3 എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു. അതായത് ആദ്യത്തെ 5 വർഷം ഫൗണ്ടേഷൻ കോഴ്സെന്നും പിന്നീടുള്ള 3 വർഷം പ്രൈമറി വിദ്യാഭ്യാസ മേഖലയെന്നും തുടർന്നുള്ള 3 വർഷങ്ങൾ അപ്പർ പ്രൈമറി എന്നും പിന്നീടുള്ള 4 വർഷങ്ങൾ സെക്കൻഡറി എന്നും വിശേഷിപ്പിച്ചുകൊണ്ട് താഴെ മുതലുള്ള വിദ്യാഭ്യാസം, അതായത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മുതൽ ഒരു നവീന സമ്പ്രദായമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ സമ്പ്രദായം അനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു പ്രധാന മാറ്റം 1-ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്ന കുട്ടികളുടെ കുറഞ്ഞ പ്രായം 5-ൽ നിന്ന് 6 ഉയരുക എന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ 20 വയസ്സിൽ ഒരു ബിരുദം നേടിയിരുന്ന വിദ്യാർത്ഥികൾ പുതിയ സമ്പ്രദായം അനുസരിച്ച് 21 വയസ്സ് പൂർത്തിയാകുമ്പോൾ മാത്രമേ ഒരു അടിസ്ഥാന ബിരുദം നേടുവാനായി സാധിക്കുന്നുള്ളൂ. അത് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണെന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രവർത്തകരൊക്കെ അവകാശപ്പെടുന്നത്. അത് എത്രമാത്രം അത് ഉയർത്തും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. കേരളത്തിൽ എന്തായാലും ഈ വർഷവും 5 വയസ്സിൽ തന്നെ 1-ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്ന സമ്പ്രദായം തുടരുകയാണ്. ഈ പറയുന്ന ആകെ കൊണ്ടുവന്ന ഒരു പരിഷ്കാരം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 4 വർഷ ബിരുദ ഓണേഴ്സ് കോഴ്സുകളിൽ മാത്രമാണ്. ഇവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഈ പരിഷ്കാരങ്ങൾ കൊണ്ടൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർന്നു വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരമായി പറയേണ്ടത്. വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയരണമെന്നുണ്ടെങ്കിൽ പല ഘടകങ്ങളെ അത് ആശ്രയിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം വിദ്യാഭ്യാസ ക്യാമ്പസുകളിലുണ്ട് എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും അനധ്യാപകരും സംഘടിച്ച് ഒരു തരത്തിൽ ട്രേഡ് യൂണിയൻ ലേബർ മിലിറ്റൻസി നിലനിൽക്കുന്ന ഒരു മേഖലയായി വിദ്യാഭ്യാസ രംഗം തരം താണിരിക്കുന്നു. അത് വളരെ ദോഷകരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഒരു മാറ്റം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഏത് പരിഷ്കാരവും വിജയിക്കുകയുള്ളൂ. ഇപ്പോൾ ഏറ്റവും പുതിയതായി ഒരു പരിഷ്കാരം
നടപ്പാക്കാനായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും അല്ലെങ്കിൽ ഗവൺമെൻറ്റും മുന്നോട്ട് വന്നതിനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. അതായത് വിദ്യാഭ്യാസ സമ്പ്രദായവും നിയമവും അനുസരിച്ച് 200 അധ്യയന ദിവസങ്ങൾ ഒരു വിദ്യാഭ്യാസ വർഷത്തിൽ ഉണ്ടാകണം എന്നാണ് അനുശാസിച്ചിരുന്നത്. എന്നാൽ പല കാരണങ്ങളാൽ അതുകൊണ്ട് അത് പൂർത്തീകരിക്കാനായി സാധിക്കുന്നില്ല, പാഠ്യക്രമം പൂർത്തീകരിക്കാനായി സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്ന് വന്നപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മുൻകൈ എടുത്തിട്ട് 200 ദിവസങ്ങൾക്ക് പകരം ചില ശനിയാഴ്ച ദിവസങ്ങൾ കൂടി പ്രവൃത്തി ദിവസങ്ങളാക്കി അത് അധ്യയന ദിവസങ്ങളുടെ എണ്ണം 220 നിശ്ചയിക്കാൻ തീരുമാനിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുവാൻ ഈ അധ്യയന സമ്പ്രദായത്തിൽ മാറ്റം അനിവാര്യമാണ്. അതുപോലെ തന്നെ അധ്യാപന രീതിയിൽ മാറ്റം ആവശ്യമാണ്. പാഠ്യഭാഗങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു തീർക്കണം. പാഠ്യേതര വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടാകണം എന്നൊക്കെയുള്ള വീരവാദങ്ങളൊക്കെ മുഴക്കിയാണ് ഈ പറയുന്ന അധ്യയന ദിവസം വർദ്ധിപ്പിക്കാനായി ശ്രമിച്ചത്. എല്ലാവർക്കും അറിയാം, പരമ്പരാഗതമായി അധ്യയന വർഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വർഷമില്ല, ജൂൺ 1 ആരംഭിച്ച് മാർച്ച് 31 അവസാനിക്കുന്ന ഒരു രീതിയാണ്. 2 മാസക്കാലം മധ്യവേനൽ അവധി എന്ന് പറഞ്ഞ് അത് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ശരി, ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ശരി, ആ രീതി പരമ്പരാഗതമായി നാം പാലിച്ചു പോരുകയാണ്. ഈ 5 പ്രവൃത്തി ദിവസം എന്നൊക്കെ പറയുന്നത് വലിയ പഠനത്തിന് ശേഷമാണ് കേരളത്തിലും മറ്റ് പല സ്ഥലങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അധ്യാപകർ എന്ന് പറയുന്നത് സ്കൂളിൽ മാത്രം പ്രവൃത്തിയെടുക്കുന്നവരല്ല, അവർക്ക് സ്കൂളിന് പുറത്തും ഗൃഹപാഠം ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. പരീക്ഷാ കടലാസുകൾ, ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും നടത്താനായി അവർക്ക് ആഴ്ചയുടെ അവസാനവും അല്ലെങ്കിൽ ആഴ്ചയുടെ 1-ാം ദിവസവും ശനി ഞായർ ദിവസങ്ങൾ അവർക്ക് ആവശ്യമാണ് എന്നുള്ള ബോധ്യം ശാസ്ത്രീയമായി കണ്ടെത്തിയത് കൊണ്ടാണ് 5 ദിവസ അധ്യയന വാരം എന്ന ഒരു രീതി വർഷങ്ങളായി നമ്മളിവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. 5 സ്വാധ്യായ ദിവസങ്ങൾ മാത്രം. എന്നാൽ ഈ 5 സ്വാധ്യായ ദിവസങ്ങളിൽ ആഴ്ചയിൽ എവിടെയെങ്കിലും പൊതു അവധി വന്നാൽ ആ ആഴ്ചയിൽ ശനിയാഴ്ച കൂടെ പഠിപ്പിച്ച് അപ്പോഴും 5 ദിവസങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ചിട്ട തുടരുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിനെ ഭംഗം വരുത്തി ഏകപക്ഷീയമായി എന്ന് ഇപ്പോൾ ആക്ഷേപിക്കപ്പെടുന്നു. വിദ്യാഭ്യാസ മന്ത്രിയും ചില ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് വേണ്ട തരത്തിൽ അധ്യാപകരോടും രക്ഷകർത്താക്കളോടും പൊതുസമൂഹത്തോടും ചർച്ച ചെയ്യാതെ 6 അധ്യയന ദിവസങ്ങൾ ചില ആഴ്ചകളിൽ ശനിയാഴ്ച കൂടെ പ്രവർത്തനമാക്കിക്കൊണ്ട് മാറ്റിയതിനെയാണ് അധ്യാപക സംഘടനകളും ചില മാനേജ്മെൻറ്റുകളുമൊക്കെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാന പ്രശ്നം ഇത് വേണ്ട രീതിയിലുള്ള ആലോചനയോടുകൂടി ബന്ധപ്പെട്ടവരുമായി വേണ്ട രീതിയിൽ ചർച്ച നടത്താതെ ഏകപക്ഷീയമായി കൊണ്ടുവന്ന ഒരു ഉത്തരവാണ്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് ഇനിയും വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അപ്പോൾ ഹൈക്കോടതിയുടെ വിധി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സർക്കാരിനേറ്റ ഒരു തിരിച്ചടി തന്നെയാണ്. തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുകയില്ല. അടിസ്ഥാനപരമായി ശാസ്ത്രീയമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്ത് മാത്രമേ വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാൻ പാടുള്ളൂ എന്നതാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അത് പരിഹരിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയരുകയുള്ളൂ. ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറത്തും മറ്റുള്ള ഉന്നത സ്ഥാപനങ്ങളിലുമൊക്കെ പ്രവേശനം ലഭിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എന്നാണ് സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അഖിലേന്ത്യാ നിലവാരമുള്ള പരീക്ഷകളിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ പിന്നാക്കം പോവുകയാണ്. അത് സ്കൂൾ വിദ്യാഭ്യാസത്തിനും സർവകലാശാല വിദ്യാഭ്യാസത്തിനുമൊക്കെയുള്ള നിലവാര ശോഷണം കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. പാഠ്യക്രമം കാലോചിതമായി പരിഷ്കരിക്കുന്നില്ല, അധ്യാപന രീതി പരിഷ്കരിക്കുന്നില്ല, മൂല്യനിർണ്ണയ സമ്പ്രദായം പരിഷ്കരിക്കുന്നില്ല.
എങ്ങനെയും ആളുകളെ വിജയിപ്പിച്ചു വിടുക എന്ന ഉദ്ദേശത്തോടുകൂടി ഓൾ പാസ് സമ്പ്രദായം സ്കൂളുകളിൽ നിലനിർത്തുക, വേണ്ട തരത്തിൽ മൂല്യനിർണ്ണയം നടക്കുന്നതിൽ ജാഗ്രതയും ശുഷ്കാന്തിയും അധ്യാപകർ കാട്ടാതിരിക്കുക, വിദ്യാഭ്യാസ മന്ത്രിയുടെയും അദ്ദേഹം ഉൾപ്പെടുന്നതായ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെയും ഇച്ഛയനുസരിച്ച് എല്ലാവർക്കും A+ കൊടുത്ത് വിജയ ശതമാനം കൂട്ടി പെരുപ്പിച്ച് കാണിക്കുക. അങ്ങനെ നമ്മുടെ സാക്ഷരതയിലൊക്കെ കേരളം ഇന്ത്യയിൽ മാതൃകയാണ്, ഏറ്റവും ഉയർന്നതാണ് എന്നൊക്കെ ചില വീമ്പിളക്കുക എന്നതിൽ കവിഞ്ഞൊന്നും ഈ പരിഷ്കാരങ്ങൾക്ക് കാര്യമായ പ്രയോജനമുണ്ടായിട്ടില്ല. അപ്പോൾ ഈ അധ്യയന ദിവസത്തിൻ്റെ വർധനവ് കൊണ്ട് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടും എന്ന് കരുതുക വയ്യ. കിട്ടുന്നതായിട്ടുള്ള ദിവസങ്ങൾ ഭംഗിയായി ഉപയോഗിക്കുവാൻ അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് ഭരണാധികാരികളുടെ ഉത്തരവാദിത്വം. ഇവിടെ ഭരിക്കുന്ന കക്ഷികളുടെ പോഷക സംഘടനകളായി വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും അനധ്യാപക സംഘടനകളും മാറിയിരിക്കുന്നു. പലപ്പോഴും പണിമുടക്കിൻ്റെ പേരിൽ എത്രയോ സാധ്യമായ ദിവസങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു അറുതി വരുത്തുവാൻ ഭരണകർത്താക്കൾ കാലാകാലങ്ങളിൽ അധികാരത്തിൽ വന്ന സർക്കാരുകളൊന്നും ശുഷ്കാന്തി കാട്ടിയിട്ടില്ല, ഫലകരമായ നടപടികൾ എടുക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഉള്ള സാധ്യമായ ദിവസങ്ങൾ പോലും ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ അധ്യയന ദിവസത്തിൻ്റെ നമ്പർ കൂട്ടിയതുകൊണ്ട് 6 പ്രവൃത്തി ദിവസങ്ങൾ ഒരാഴ്ചയിൽ കൊണ്ടുവന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലമുണ്ടാകുമോ എന്ന് പറയുക വയ്യ. ഉണ്ടാകും എന്ന് കാണാനും സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ പരിഷ്കാരത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള മൂല്യം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉന്നതന്മാരും അല്ലെങ്കിൽ അതിലുള്ള പ്രഗത്ഭരുമൊക്കെ ഇരുന്ന് ചർച്ച ചെയ്ത് ശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ വരുത്തണം. പാഠ്യക്രമത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റണം, അധ്യാപന രീതിയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് മാറ്റണം, മൂല്യനിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും വേണ്ട മാറ്റങ്ങൾ വരുത്തണം. അല്ലാതെ ശതമാനം പെരുപ്പിച്ചു കാട്ടി എല്ലാവരെയും വിജയിപ്പിക്കുന്ന ഒരു മന്ത്രി ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ എഴുത്തും വായനയും അറിയാൻ വയ്യെങ്കിലും 10ാം ക്ലാസ്സിൽ A++, ഒക്കെ കൊടുക്കുന്ന ആ രീതി ഒരിക്കലും ഗുണം ചെയ്യുന്നതല്ല, വരും തലമുറയോട് ചെയ്യുന്ന ഒരു മഹാപാതകം തന്നെയാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അധ്യാപകർക്ക് 5 പ്രവൃത്തി ദിവസങ്ങളുള്ള ആഴ്ച എന്ന രീതി തുടരണം. എന്നാൽ ആ 5 പ്രവൃത്തി ദിവസങ്ങളും അവർക്ക് പഠിപ്പിക്കുന്നതിനുള്ള ഒരു സാഹചര്യം കലാലയ ക്യാമ്പസുകളിൽ ഉണ്ടാക്കണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ കക്ഷി രാഷ്ട്രീയം ഒഴിവാക്കുന്നതിന് ചുമതലാബോധമുള്ള രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും മുന്നോട്ട് വരണം. അധ്യാപകരെയും വിദ്യാർത്ഥി സംഘടനകളെയും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഇരകളാക്കിക്കൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയൊക്കെ, അധ്യാപക സംഘടനകളെയൊക്കെ, അനധ്യാപക സംഘടനകളെയൊക്കെ ഭരിക്കുന്ന കക്ഷികളുടെ പോഷക സംഘടനകളാക്കി തരം താഴ്ത്താതെ ആ തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികളെല്ലാം ഇവിടുന്ന് വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും പോകുന്നുവെന്ന് വിലപിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം ഇവിടുത്തെ അന്തരീക്ഷത്തിൽ ഫലപ്രദമായ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന ഒരു ബോധം ജനങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളവും ഇന്ത്യയും വിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിനായി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇത് കേരളത്തിൽ ഒരിക്കലും അഭിമാനിക്കാവുന്നതല്ല, കേരളത്തിന് അപമാനമാണ്. കേരളത്തിൽ തന്നെ ബുദ്ധിമതികളായിട്ടുള്ള വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ച് നിർത്താനുള്ള ആർജവം കാട്ടുവാൻ വിദ്യാഭ്യാസ പ്രവർത്തകരും ഭരണകർത്താക്കളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഒരുമിച്ച് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാൻ തുടങ്ങിയാൽ അത് ശാശ്വതമായ പരിഹാരമാവുകയില്ല. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെയുള്ള തൊലിപ്പുറത്തെ ചികിത്സ അനാവശ്യമാണ്, അത് വേണ്ട രീതിയിൽ ആലോചനയോടുകൂടി ചെയ്തതല്ല, ബന്ധപ്പെട്ടവരുമായി ഇതിനെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന് വിധിന്യായത്തിലൂടെ അനുശാസിച്ചത്. അത് ഗവൺമെൻറ് എങ്ങനെയാണ് ഇനി ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ചില പരിഷ്കാരങ്ങൾ വരുത്തി ചില ആളുകളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നതിനുപരിയായി ഉയർന്ന മൂല്യമുള്ള ഒരു സമ്പ്രദായം ആവിഷ്കരിക്കേണ്ടതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത്. അതാണ് വർത്തമാനകാലത്തിൻ്റെ അനിവാര്യത.